നമുക്കറിയാം കേരളത്തിൽ ചില മണ്ഡലങ്ങൾ വളരെ സുരക്ഷിതമാണ് ഏവർക്കും. അതെ. അത് പ്രതിപക്ഷ നേതാവിനായാലും മുഖ്യമന്ത്രിക്കായാലും അതുപോലെ അവർക്ക് തുല്യരായിട്ടുള്ള ചില നേതാക്കന്മാരുടെയൊക്കെ മണ്ഡലം സുരക്ഷിതമാണ്. ഇപ്പോൾ കെ എം മാണിയുടെ മണ്ഡലത്തിൽ നമ്മൾ മുൻപ് ഒരു സംശയവും പ്രകടിപ്പിക്കത്തില്ല. അതൊക്കെ അവർക്ക് വിജയിക്കാൻ കഴിയുന്ന ഇടങ്ങളായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് ധർമ്മടത്ത് പിണറായി വിജയൻ. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ അതുകൊണ്ട് നിർത്താതിരിക്കുന്നില്ല, നിർത്തും. പക്ഷെ നമുക്കറിയാം അവിടുന്ന് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളത്. പക്ഷെ ആ ധർമ്മടത്താണ് BJP ഇപ്പോൾ ഒരു കേന്ദ്രീകരിക്കുന്നത്. അദാലത്ത് സംഘടിപ്പിച്ചു. അവിടെ പരാതി പ്രളയമായിരുന്നു. പത്രങ്ങളിൽ അവിടെ കൂടിയവരുടെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. അത് AI ഒന്നും അല്ല, നാച്ചുറലാണ്. അതെ, അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നതും എന്തെങ്കിലും അട്ടിമറി ആയിരിക്കും? അട്ടിമറിയല്ല. ഒരു CM എന്നുള്ള നിലയിൽ സ്വന്തം നാട്ടിലെ ജനങ്ങളെ പുള്ളി ശ്രദ്ധിച്ചില്ല. ഈ 9.5 വർഷമായിട്ടും ധർമ്മടം എന്ന് പറയുന്ന ഏരിയ പുള്ളിയുടെ ഒരു മണ്ഡലമാണ്. പക്ഷേ എന്നും സഖാവെന്നുള്ള നിലയിൽ പുള്ളിക്ക് അനുകൂലമായിരുന്നു ആ മണ്ഡലം. പക്ഷേ ഇപ്പോൾ പുതിയ സാഹചര്യത്തിലും AI യുഗത്തിലും അതുപോലെ ന്യൂ ടെക്നോളജി വന്ന സമയത്തും മണ്ഡലത്തിലെ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി. അതുകൊണ്ടാണ് കേന്ദ്ര സാമൂഹ്യക്ഷേമ നീതി വകുപ്പ് മന്ത്രി ശോഭാ കരന്തിലെ പോലുള്ളവരെ അവിടെ കൊണ്ടുവന്നിട്ട് അദാലത്തുകൾ സംഘടിപ്പിക്കുന്നു. ഇന്നും പറയുന്നത് ധർമ്മടത്ത് നിന്ന് CM കേരള മുഖ്യമന്ത്രി നമ്മുടെ തലശ്ശേരിയുടെ ബ്രഹ്മൺ കോളേജിൽ നിന്ന് വടിവാളും വാളുകൾക്കും ഇടയിൽ കൂടി ഊരിപ്പിടിച്ച വാളുമായി രംഗപ്രവേശം ചെയ്ത സഖാവെന്നൊക്കെ എങ്കിലും മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ പറയാം. അതുകൊണ്ട് വാളും ബ്ലഡും എന്ന പുള്ളിക്ക് വളരെ ഇതല്ല. പക്ഷേ സാധാരണക്കാരുടെ ജനങ്ങളുടെ നീറുന്ന പ്രശ്നം പരിഹരിക്കാൻ ഈ ഊരിപ്പിടിച്ച വാളുമായി വന്ന സഖാവ് മറന്നുപോയി. അവിടെയാണ് BJPയുടെ പ്രസക്തി ധർമ്മടത്ത് എടുത്തു കാണിക്കുന്നത്. അടിസ്ഥാനപരമായ ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ ഇപ്പം കേരളം മുന്നിലാണ്. സാമൂഹ്യക്ഷേമ പെൻഷനിൽ കേരളം മുന്നിലാണ്. ആഹാര രീതികൾക്കെല്ലാം പൊതുവിതരണ ശൃംഖല കേരളം മുന്നിലാണ്. എല്ലാത്തിലും കേരളം മുന്നിലാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ധർമ്മടം പിന്നിലാണ്. ഇന്നും പെൻഷൻ കിട്ടേണ്ട ആൾക്കാർ, നമുക്കറിയാം ബീഡി തൊഴിലാളികൾ, കാജാ ബീഡി എന്ന് പറയുന്ന ആ കമ്പനി സമരം വന്നു. ജനസംഘ സമയത്ത് ആ കമ്പനിയുടെ സമരങ്ങൾ പൊളിച്ചുകൊണ്ടാണ് ദിനേശ് പീഡി അവിടെ ആധിപത്യം സ്ഥാപിച്ചത്. അടിസ്ഥാനപരമായി ഗ്രാജുവലി കമ്മ്യൂണിസ്റ്റുകാർക്കോ CITക്കാർക്കോ ദിനേശ് പീഡി കമ്പനിക്കകത്ത് ആധിപത്യമില്ല. അവിടെ ആധിപത്യം ഉണ്ടായിരുന്നത് ജനസംഘത്തിനായിരുന്നു. മടിക്കൈ, അതുപോലെ കണ്ണൂർ തുടങ്ങിയ തൊഴിലാളി മേഖലയിലുള്ള രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പഴയകാല നേതാക്കൾ കൊടുത്ത ആ കാജ കമ്പനി പിൻകാലത്ത് ദിനേശ് കമ്പനിയായി മാറി. അത് ആ കമ്പനിയുടെ തൊഴിലാളി നേതാവായിരുന്ന വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ജനസംഘത്തിൻ്റെ നേതാവിൻ്റെ മരണത്തോടു കൂടിയാണ്. അത് അവിടുത്തെ ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുണ്ട്. 85-90 വയസ്സായവർ കണ്ടു ബഹുമാനപ്പെട്ട CM അതിൽ പങ്കെടുത്തതും അക്രമത്തിൻ്റെ ഇതും. ഇതിലെത്തിക്കുന്ന ഞാൻ കിടക്കുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷവും വിപ്ലവ അന്തരീക്ഷമുള്ള ധർമ്മടം പുള്ളി എൻ്റെ മണ്ഡലം, ജനം എൻ്റെ കൂടെ ആയിരിക്കും. പുള്ളി അത് വിശ്വസിച്ചിരുന്നു. BJPക്ക് RSSനും അവിടെ എത്തുവാൻ പറ്റുന്നൊരു മണ്ഡലമാക്കി ജനങ്ങളിടയിൽ മാറ്റി. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനബാഹുല്യമായിരുന്നു ഈ ശോഭാ കരന്തിലെ എന്ന് പറയുന്ന കർണാടക സെൻട്രൽ മിനിസ്റ്ററുടെ ആ ജനസമ്പർക്ക പരിപാടി. അപേക്ഷകൾ സ്വീകരിക്കുന്നത്, അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ, അവരുടെ ക്ഷേമ പെൻഷനുകൾ, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാന സൗകര്യമുള്ള വികസനത്തിൻ്റെ പരാതികൾ, അത് മുഖ്യമന്ത്രിക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക്, ചോദ്യചിഹ്നമായി തന്നെ ധർമ്മടം നിൽക്കുന്നു. നമുക്ക് ധർമ്മടത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് വാർഡിൽ മെമ്പറുണ്ട്. അതാണ് ഏറ്റവും ബഹുരസം.
അതെ ആ ധർമ്മടം എന്ന് പറയുന്ന ഏരിയയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് മെമ്പറുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അവിടുത്തെ പിണറായിജിയുടെ വീട്ടിലെ സന്തത സഹചാരിയായിരുന്ന ഒരാളുടെ പേരൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവർ പറഞ്ഞു, ഒരു മുഖ്യമന്ത്രിയുടെ വീട്ടിൻ്റെ മതിലുകൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മതിലിനേക്കാളും പൊക്കവും കാര്യങ്ങൾ, ഒരു ജനകീയ നേതാവിനും സാധാരണ തൊഴിലാളി സഖാവിന് ഇത്തരത്തിൽ ധർമ്മടത്തെ വീട്ടിൽ എന്തിനാണ് മതിലുകളെന്നാണ് പഴയകാല സഖാക്കൾ ചോദിക്കുന്നത്. ആർക്കും പ്രവേശനമില്ല. ഒരു ജനകീയ മുഖ്യമന്ത്രി ഈ കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന തൊഴിലാളി നേതാക്കളുടെ സഖാവിന് എന്തിനാണ് ആ വീട്ടിനകത്ത്? നമുക്ക് സ്വർണ്ണക്കടത്ത് കേസിലെല്ലാം പല ഇഡിയിൽ നമ്മുടെ ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ആ വീടുമായിട്ട് സമ്പർക്കം ചെയ്താണ് പോയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനകീയ നേതാവിൻ്റെ കാൽപാദത്തിൻ്റെ അടിയിലെ മണ്ണുകൾ ഒലിച്ചു പോകുന്ന ഒരു സംഭവമാണ് ധർമ്മടത്ത് BJPയുടെ സെൻട്രൽ മിനിസ്റ്ററും നേതാക്കൾക്കും കിട്ടിയിട്ടുള്ള ജനകീയ സമ്പർക്ക പരിപാടിയിലുള്ള ആ വിജയം. അത് നമുക്ക് വളരെ ലാഘവത്തോടുകൂടി തള്ളിക്കളയുവാൻ പറ്റുന്നൊരു ജനസമ്പർക്ക പരിപാടിയല്ല ധർമ്മത്ത് നടന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും നിഷേധിക്കുവാൻ പറ്റിയിട്ടുള്ളത്. ഇതിപ്പം ഈ ജനസമ്പർക്ക പരിപാടി കണ്ട് കണ്ണൂർ അവരുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് അതിശയിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോഷ്യൽ മീഡിയ, ചില കണ്ണൂർ സായം പത്രങ്ങൾ, അതുപോലെ തന്നെ ഇന്നത്തെ മലയാളത്തിൻ്റെ ചില സോഷ്യൽ മീഡിയകളും പത്രങ്ങളും ആ ധർമ്മടത്ത് നടന്നിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നടന്നിട്ടുള്ള ജനകീയ സമ്പർക്ക പരിപാടികളിൽ ഭാരതീയ ജനതാ പാർട്ടി ഒരു പഞ്ചായത്ത് ഭരിച്ചിട്ടില്ല, അവിടുത്തെ അധികാര കേന്ദ്രങ്ങളിൽ വന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ജനസമ്പർക്ക പരിപാടി അവിടെ വച്ചപ്പോൾ ഇത്തരം ജനങ്ങൾ അവിടെ ശോഭാ കരന്തലജിയുടെ അടുത്ത് ഓടിയെത്തിയത് പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടുള്ള നീരസം കൊണ്ടാണ് ഇത്രയും ജനങ്ങൾ അവിടെ കൂടിയതെന്ന് ധർമ്മടത്തെ സഖാക്കൾ തന്നെ പറയുന്നു. CPM അതൊരു വലിയ തിരിച്ചടിയല്ലേ? 100%. ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ ഏരിയകളെന്ന് പറയുന്നത്, CPM-ന്റെ PB എന്ന് പറയുന്നത് കണ്ണൂരാണ്, പോളിറ്റ് ബ്യൂറോ, അല്ല ഡൽഹി AKG ഭവനൊന്നുമല്ല. അപ്പം കണ്ണൂരിൽ നടന്നിട്ടുള്ള ഇത്തരം ജനങ്ങൾക്ക് 9.5 വർഷമായിട്ടും സംസ്ഥാന ഗവൺമെൻറ് ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുകയോ അവരുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഒന്നും ഇടപെടാത്തത് ജനങ്ങൾ ഇന്ന് കണ്ണൂരിൽ മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ധർമ്മടം. ഇതേ അവസ്ഥയായിരുന്നു ബംഗാളിലെ ജ്യോതി ബാസുവിനുണ്ടായിരുന്നത്. 40 വർഷം കൊണ്ട് 4 ടേം മുഖ്യമന്ത്രിയായിരുന്ന CM ജ്യോതി ബാസു, ചിത്തബാസു തുടങ്ങിയ നേതാക്കളുടെ അവിടെ സിന്ദൂർ എന്ന് പറയുന്ന ഗ്രാമത്തെ വ്യവസായവൽക്കരണത്തിന് വേണ്ടി കൊടുത്തപ്പോൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന ജനങ്ങളുടെ ഒരു സ്ഥലമായിരുന്നു സിന്ദൂർ. അതുകൊണ്ടാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് കൊത്തളങ്ങൾ ഭേദിച്ചുകൊണ്ട് മമതാ ബാനർജി രംഗത്ത് വന്നത്. സിന്ദൂറും കൽക്കട്ടയും നമുക്ക് കേരളത്തോടുകൂടി ഉപമിക്കേണ്ട സ്ഥലമാണ് ധർമ്മടം. ആ ധർമ്മടത്തും കണ്ണൂരും ഒരു വികസനവും, കമ്മ്യൂണിസ്റ്റ് കോട്ടകളാണ്, അവർക്ക് വിപ്ലവങ്ങളും കൈചുരുട്ടലും മുദ്രാവാക്യങ്ങളും എല്ലാം അർപ്പിക്കാം. പക്ഷെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്നും സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ്. അത് കമ്മ്യൂണിസ്റ്റ്, സോഷ്യലിസ്റ്റുകൾ, ഏകാധിപതികൾ തിരിഞ്ഞു നിന്നു. എന്നും ചെഗുവേരയെയും ലെനിനെയും മാർക്സിനെയും EMSനെയും AKGയും കാണിച്ചുകൊണ്ട് വോട്ട് നേടാമെന്ന്. കാലം മാറി, പഴയ കാലമല്ല ഈ പുതിയ ഇൻഫർമേഷൻ ടെക്നോളജി യുഗം. സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ്. എനിക്ക് പെൻഷൻ തന്നതാര്? എൻ്റെ പെൻഷന് വേണ്ടി എൻ്റെ കാർഷിക വിഭവം വിറ്റഴിക്കേണ്ട മാർക്കറ്റ് ഉണ്ടാക്കി തന്നതാര്? എനിക്ക് പുതിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ചെയ്തു തന്നാര്? അല്ലാതെ അവിടെ ചെന്ന് ഇൻഗുലാബ് സിന്ദാബ, നഷ്ടപ്പെടുവാൻ കൈവിലങ്ങുകൾ മാത്രം, കിട്ടാനുള്ളത് പുതിയ ലോഹം എന്ന് പറഞ്ഞിട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. അതാണ് കണ്ണൂർ ഇന്നലെ ശോഭാ കരന്തലേജിയുടെ ജനസമ്പർക്ക BJP സ്റ്റേറ്റ് ലീഡേഴ്സിൻ്റെയും ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായ ധർമ്മടത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.